എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ്. ഇന്ന് എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ 29 വൈകുന്നേരം പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ എക്സിറ്റ് പോൾ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. അതാണ് എല്ലാവരും കാത്തിരുന്നത്. കേരളത്തിൽ 2 ചാനലുകളാണ് ഏജൻസികളുമായി ചേർന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത്. ഒന്ന് മനോരമ സി വോട്ടറുമായി ചേർന്ന്, മറ്റൊന്ന് ന്യൂസ് 18. ദേശീയ തലത്തിൽ ന്യൂസ് 18 ഗ്രൂപ്പ് നടത്തുന്ന എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തെക്കുറിച്ചും അവർ സർവേ നടത്തിയത്. ആ സർവേയും പുറത്തുവിടുന്നു. രണ്ടും പുറത്തു വരിക 7 മണിയോടുകൂടിയാണ്. കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. അന്ന് കേരളത്തിൽ UDF അധികാരത്തിൽ വരും, LDF പരാജയപ്പെടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറഞ്ഞിരുന്നത്. ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും കേരളത്തിൽ LDFന് എതിരായിരുന്നു. സ്വാഭാവികമായും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, പിണറായി വിജയനാണ് അന്ന് മുഖ്യമന്ത്രി, അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ചോദിച്ചു മാധ്യമപ്രവർത്തകർ. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് എക്സിറ്റ് പോളുകൾ വരാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ CM എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്? വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണുവാണോ, എന്താണെന്ന് പറയാൻ പറ്റുമോ? അതിനെപ്പറ്റി യാതൊരു സംശയവും എനിക്കില്ല. കഴിഞ്ഞ തവണ എന്താണോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതൽ സീറ്റ് ഞങ്ങൾ നേടുമെന്ന കാര്യത്തിൽ നേരത്തെ എനിക്ക് സംശയമില്ല. ഞാനത് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയിപ്പോ അതിനെപ്പറ്റി നമ്മൾ അധികം പറഞ്ഞു തീർക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും മരപ്പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തടസ്സം നമ്മൾ നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു ഡയറക്റ്റ് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു കുറച്ച് മണിക്കൂറുകളല്ലേ ഇനിയുള്ളൂ. കുറച്ച് ദിവസം, 1-2 ദിവസം കൊണ്ട് വരുമല്ലോ. അത് വന്നിട്ട് നമുക്ക് കാണാം ഏതാണ് ശരി ഏതാ തെറ്റുന്നത്. എല്ലാം ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. എനിക്ക് ആ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ ഇന്നും വ്യത്യസ്തമാകില്ല കാര്യങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സ്വാഭാവികമായും UDFന് മേൽക്കൈ എന്ന രൂപത്തിൽ തന്നെയാണ് വരാൻ സാധ്യത. സി വോട്ടർ നടത്തിയ സർവേയാണ് മലയാള മനോരമ പുറത്തുവിടുന്നത് കേരളത്തിൽ. സി വോട്ടറിന്റെ മേധാവി യശ്വന്ത് ദേശ്മുഖ് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞ കാര്യങ്ങൾ പ്രസ് വൺ TV തന്നെ വാർത്തയായി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ LDFന് നേരിയ എർജുണ്ട് എന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ LDFനോടൊപ്പം നിന്നു എന്നാണ്. പുരുഷ വോട്ടർമാരെക്കാളും 6% സ്ത്രീ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വോട്ടുകൾ LDFന് അനുകൂലമാണ് എന്നാണ്. പുരുഷ വോട്ടർമാർ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പുരുഷ വോട്ടർമാർ UDFനോടൊപ്പമാണ്. അതേ സമുദായത്തിലെ സ്ത്രീ വോട്ടർമാർ പക്ഷേ UDFനോടൊപ്പം നിന്നില്ല എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീ വോട്ടർമാരുടെ ആനുകൂല്യം LDFനുണ്ട്. അതിൽ LDF ജയിച്ചു വരാനാണ് സാധ്യത. നേരിയ എഡ്ജ് ഉള്ളത് LDFനാണ് എന്നാണ് യശ്വന്ത് ദേശ്മുഖ് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് മുന്നിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാകും. അത് വെച്ച് തന്നെയായിരിക്കും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് മനോരമയുടെ എക്സിറ്റ് പോളിലെ ഫലം എന്തായാലും സ്വാഭാവികമായും മനോരമയാണ്. മനോരമ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കും എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ്. അവിടെ കിടക്കട്ടെ. LDFന് എതിരായിട്ടുള്ള ഒരു സർവേയാണ് മനോരമ പുറത്തുവിടുന്നത് എങ്കിൽ സ്വാഭാവികമായും ദേശ്മുഖ് പറഞ്ഞ വാക്കുകൾ അവിടെ ഉണ്ടാകും. കഴിഞ്ഞ തവണ 2021 മനോരമ ന്യൂസ് പുറത്തുവിട്ട എക്സിറ്റ് പോളിൽ UDFന് വമ്പിച്ച വിജയമാണ് പ്രവചിച്ചത്. എന്നാൽ അതൊക്കെ തെറ്റിപ്പോയത് നാം കണ്ടു. അതുപോലെയാണോ ഇത്തവണയും എന്ന ചോദ്യമാണ് ഉയർന്നത്. ദേശീയാടിസ്ഥാനത്തിൽ നടത്തുന്ന സർവേയുടെ ഭാഗമായിട്ടാണ് ന്യൂസ് 18 ചാനൽ സർവേ പുറത്തുവിടുന്നത്. അവരുടെയും സർവേ ഫലങ്ങൾ സി വോട്ടർ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാൻ സാധ്യതയില്ല എന്ന വാർത്തകളാണ് ന്യൂസ് 18 നിന്ന് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ സർവേ ഫലങ്ങൾ നേരിയ എർജ് LDFനും അതല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്ന പ്രതീതിയിലാണ് വരാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത് ജനങ്ങൾ, വോട്ടർമാർ. എന്തായാലും 4-ാം തീയതി മാത്രമേ, വോട്ട് എണ്ണൽ നടക്കുന്ന ദിവസം മാത്രമേ ഈ ആകാംക്ഷയ്ക്ക് വിരാമമാകുകയുള്ളൂ എന്നതാണ് സത്യം.